തെഫ്റ്റൊക്കെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെ പോലെ ഈ കള്ളന്മാരെ വഴിയെന്ന് കയറിയിട്ടൊന്നുമില്ല, റിസർവ്ഡ് തന്നെ വരികയാണ്. എങ്ങനെ നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കിയിട്ട് പെട്ടി രാത്രി ആകുമ്പോൾ അടിച്ചിട്ട് അവൻ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി പോകുന്നത്. പബ്ലിക് ന്യൂസൻസ് 145B രണ്ടും കൂടി ചാർജ് ചെയ്തിട്ട് റെയിൽവേ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം. നമ്മൾ അവിടെ ഒരു MP-യോ ഒരു MLA യാത്ര ചെയ്യണ പറഞ്ഞാൽ അവർ കൂടെ 5-6 ആൾക്കാർ വണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരൊക്കെ കൊട്ടേഷൻ കേക്ക് പോലെയാണ്. റിസർവേഷൻ അഗൈൻസ്റ്റ് ക്യാൻസലേഷൻ പറഞ്ഞ പാസഞ്ചേഴ്സ് ഉണ്ട് 15. അത് ഡ്യൂറിങ് നൈറ്റ് ടൈം നിങ്ങൾ ഈ 16-കാര് മുകളിൽ പോകണം, 15-കാര് ആ 15-കാരനും എന്താ വെച്ചാൽ 2 സീറ്റ് അവർക്കാണ്. ആ 2 പേരുണ്ടാവും. ആ ഇഷ്ടം പോലെ 3 പേര് അവകാശം. അതൊരു ഭയങ്കര പ്രശ്നങ്ങളാണ്. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സ് TTയോടൊപ്പം ട്രെയിനിൽ യാത്ര തുടരുകയാണ്. അനുഭവങ്ങളിലൂടെ, ജോലി തിരക്കുകളിലൂടെ. സ്വാഗതം. ഞാനിപ്പോൾ ഇപ്പം കരുനാഗപ്പള്ളി കോഴിക്കോട് ബുക്ക് ചെയ്തു. ഓക്കെ. പക്ഷെ എനിക്ക് മറ്റൊരാൾ എൻ്റെ സീറ്റിലിരിപ്പുണ്ട്. ഓക്കെ. അയാൾ എനിക്ക് മാറി തരാൻ തയ്യാറല്ല. ഓക്കെ. എനിക്ക് അവിടെ ഒരു അവകാശം ഉണ്ടല്ലോ, ഞാൻ റിസർവ് ചെയ്ത ടിക്കറ്റ് എനിക്ക് തന്നെ കിട്ടണം. തീർച്ചയായും. അപ്പോൾ ഞാൻ നേരിട്ട് സമീപിക്കേണ്ടത് TT ആണ് അല്ലേ? അവിടെ എന്താണ് അവിടെ എടുക്കാൻ പറ്റുന്ന ആക്ഷൻ? അതാണ് ഈ അൺഓതറൈസ്ഡ് ഓക്യുപ്പേഷൻ എന്നാണ്. അത് സെക്ഷൻ 156 പ്രകാരം അയാളെ റിമൂവ് ചെയ്യണം. സ്റ്റേഷൻ ആ വണ്ടിയിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഒന്നുകിൽ എക്സസ് ചെയ്തിട്ട് അയാളെ അടുത്ത സ്റ്റേഷനിലേക്ക് അയാളെ ഓതറൈസർ അല്ലെങ്കിൽ അയാളെ ഇപ്പൊ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് ആണ്, ഒന്നുകിൽ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് ആയിരിക്കും അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് ആയിരിക്കും. ഈ 2 പേര് വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റ് ആണെങ്കിൽ അയാളെ ഈ വണ്ടിയിൽ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ എൻ്റർ ചെയ്യാനുള്ള പ്രൊഫഷൻ ഇല്ല. അയാൾ കൺഫർമേഷൻ അതിന് ശേഷം കയറാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റ് ആണ് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഉടനെ അടുത്ത സ്റ്റേഷനിൽ ഇറക്കി അൺറിസർവ്ഡിലേക്ക് പറഞ്ഞയക്കണം. ഓക്കെ. അൺറിസർവ്ഡ് അയാൾ പോയില്ല എന്നുണ്ടെങ്കിൽ RPF മെമ്മോ കൊടുത്തിട്ട് അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഉണ്ട്. അതിന്റെ ഒരു നേതൃത്വം കൊടുക്കേണ്ടത് TT ആണ്. അതെ, TT ആണ് ഇതിന്റെ ഇൻസ്പെക്ഷൻ ഓഫീസർ. അതെ, TT ആണ് ഇതിന്റെ എല്ലാ, അതായത് ഒരു കോച്ചിലേക്ക് പാസഞ്ചർ ഇതൊക്കെ അമ്യൂണിറ്റീസിൽ പെടും, സൗകര്യങ്ങളിൽ പെടും. അപ്പൊ ഇതൊക്കെ TTSന്റെ ഉത്തരവാദിത്വമാണ്. നിങ്ങളെ സീറ്റ് അക്കോമഡേഷൻ കൺഫേം ചെയ്യുക എന്നുള്ളത് ഒരു TTയുടെ ഉത്തരവാദിത്വമാണ്. അത് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് TT ആയിട്ട് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഉടനെ അതുകൊണ്ട് പരിഹാരങ്ങൾ ചെയ്തു തരും. മറ്റൊന്ന്, ഇത് നോർത്തിലൊക്കെ പക്ഷേ ഇത് ഭയങ്കരമായ തർക്കങ്ങൾക്ക് കാരണമാവുകയും ഇവർ ഒഴിയുകയില്ല. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതെ. അവിടെ വളരെ കൃത്യമായി TT ഇടപെടാറുമില്ല. അഥവാ ഇടപെട്ടാലും കാര്യം സാധിക്കില്ല. കാരണം ഒരു സംഘമായിട്ടാണ് ഇവർ വരിക. അവിടെ എന്താ പൊളിറ്റീഷ്യൻസ്, നമ്മളെ ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് പോലെയല്ല അവിടുത്തെ നിങ്ങൾക്ക് അറിയാലോ, അവിടുത്തെ നിയമമേ വേറെയാണ്. അത് തന്നെ നിയമം നമ്മുടെ ഇവിടുത്തെ സൗത്ത് ഇന്ത്യയിൽ നടപ്പാക്കുന്ന നിയമമൊന്നും പ്രാബല്യത്തിലാവാൻ അവിടെ ഒരിക്കലും നടക്കില്ല. നമ്മൾ അവിടെ ഒരു MP-യോ ഒരു MLA യാത്ര ചെയ്യണ പറഞ്ഞാൽ അവർ കൂടെ 5-6 ആൾക്കാർ ഉണ്ടാവും. ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരൊക്കെ കൊട്ടേഷൻ കേക്ക് പോലെയാണ്. നമ്മളെ തൂക്കിയെടുത്ത് നമ്മൾ ഇവിടെ അവിടെ നമുക്ക് കമ്പാരിസനെ ചെയ്യാൻ സാധിക്കും. ഇതൊരു ഭയങ്കര പ്രശ്നമാണ്. നോർത്തിലേക്ക് പോയാലോ, കേരളത്തിലാണ് ഈ പ്രശ്നമില്ല. കേരളത്തിലെ പറ്റിയിട്ട് ഈ അക്കോമഡേഷൻ ഈ ബംഗാൾ ബോൺ ട്രെയിൻസിലാണ്, ബാക്കി ഒരു ട്രെയിൻസിലും ഈ അക്കോമഡേഷനെ പറ്റി വലിയ പ്രശ്നങ്ങൾ വരാറുണ്ട്. ബംഗാൾ ബോൺ ട്രെയിൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓവർക്രൗഡ് മൈഗ്രേറ്റഡ് ലേബേഴ്സ് വന്നിട്ട് ഫുള്ളായിട്ട് ഈ വെയിറ്റിംഗ് ലിസ്റ്റും ഉണ്ടാവും, അൺറിസർവ് ടിക്കറ്റും ഉണ്ടാവും. ഇവരെയൊക്കെ കുറെ ഇറക്കി വിട്ടാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ അടുത്ത സ്റ്റേഷനിൽ എഗെയിൻ അവർ തിരിച്ചു കയറും. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മുടെ ഈ ബംഗാൾ ബോൺ ട്രെയിൻസിലുണ്ട്. അതുപോലെ ഈ മദ്യപിച്ച് യാത്ര ചെയ്യുക, അത് കംപ്ലൈന്റ് ഉണ്ടാകുമ്പോൾ മാത്രമാണോ ആക്ഷൻ എടുക്കാൻ കഴിയുക, അതോ നമുക്ക് അറിയില്ല. അപ്പോൾ എങ്ങനെ ഒരു പാസഞ്ചർ ഇൻടോക്സിക്കേറ്റഡ് ആണെന്ന് വയ്ക്കുക, മദ്യപിച്ചിട്ടുണ്ടെന്ന് വയ്ക്കുക, മദ്യപിച്ച് അയാൾക്ക് യാതൊരു പ്രശ്നമില്ലാണ്ട് യാത്ര ചെയ്യുമ്പോൾ ആരെയും നമ്മുടെ അടുത്ത് കംപ്ലൈന്റ് ഇല്ല, നമുക്ക് അറിയൂല. അതേ സമയത്ത് അയാൾ എന്തെങ്കിലും രീതിയിൽ നോയിസൻസ് അടുത്ത പാസഞ്ചേഴ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 145A-യും B-യും 2 സെക്ഷൻ ഉണ്ട്. 145A ഇൻടോക്സിക്കേഷൻ വൈൽ ട്രാവലിംഗ് ഇൻടോക്സിക്കേഷൻ, പിന്നെ പബ്ലിക് ന്യൂസൻസ് 145B രണ്ടും കൂടി ചാർജ് ചെയ്തിട്ട് റെയിൽവേ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം. 3 മാസം വരെ ശിക്ഷിക്കാനുള്ള 3 മാസം ഇംപ്രിസൺമെന്റ് രണ്ട് ബോത്ത് വിത്ത് ഫൈൻ ഓർ വിത്തൗട്ട് ഫൈൻ. വിത്ത് ബോത്ത് ആയിട്ടും ചെയ്യാനുള്ള ഫൈൻ മാത്രം അല്ലാന്നുണ്ടെങ്കിൽ ഇംപ്രിസൺമെന്റ് വരാം, അല്ലെങ്കിൽ ബോത്ത്. വേറെ ഈ കമ്പാർട്ട്മെന്റ് നടക്കാനുള്ള സാധാരണ ഒരു ക്രൈം എന്തായിരിക്കും ഈ ഇതുപോലുള്ള? അതായത് സാധാരണ ഇപ്പോൾ ഇന്ന് കണ്ടുപോകുന്നത്
നമ്മളെ ബാഗേജ് പോണതാണ്. തെഫ്റ്റൊക്കെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെ പോലെ ഈ കള്ളന്മാരെ വഴിയെന്ന് കയറിയിട്ടൊന്നുമല്ല, റിസർവ് തന്നെ വരികയാണ്. റിസർവ് ചെയ്ത് വരികയാണ്. ഇപ്പോൾ നമ്മളെ ഒരു ഫാമിലി യാത്ര ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരും ഓൾറെഡി റിസർവ് ചെയ്തിട്ടുണ്ടാവും. അവർ നോട്ട് ചെയ്യും. അവർ അപ് ടു ട്രിവാൻഡ്രം വരെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവും. നിങ്ങൾ എവിടെ ഇറങ്ങണം, നിങ്ങളുടെ അടുത്ത് വളരെ ലോഹ്യ കൂടി വർത്തമാനം പറയും. നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കിയിട്ട് പെട്ടി രാത്രി ആകുമ്പോൾ അടിച്ചിട്ട് അവൻ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി പോകുന്നത്. അതെ, വ്യാജമായിട്ട് അഡ്രസ് അതിന് ടിക്കറ്റിൽ അങ്ങനെയുള്ള പരിപാടിയുണ്ട്. മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ചായ കൊടുത്ത് ബിസ്ക്കറ്റ് കൊടുത്ത് പരിപാടി സ്ഥിരം പരിപാടിയായിരുന്നു. ഇപ്പൊ ഇല്ല. ഇപ്പൊ കാരണം അവയർനെസ് ഉണ്ടല്ലോ ഒരുപാട്. എല്ലാവരും അനൗൺസ്മെന്റ് ഉണ്ട്. ഇത് RPF വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് പാസഞ്ചേഴ്സ് പറയുന്നുണ്ട്, ഒരു കാലത്തും ഫുഡ് ഐറ്റംസ് അക്സെപ്റ്റ് ചെയ്യരുത്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവഹാനി തന്നെ ബാധിക്കുന്നതാണ്, സാധനം മാത്രമല്ല ജീവഹാനി തന്നെ ബാധിക്കുന്നൊക്കെ പറഞ്ഞ് അവയർനെസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലരൊക്കെ രാവിലെ ഉണരുമ്പോ ഒന്നും കാണില്ല, ഉറങ്ങായിരിക്കും. ഇപ്പൊ അത് കുറവുണ്ട്, വളരെ കമ്മിയായിട്ടുണ്ട്. ആ ഒരു ലൂട്ടിങ് വളരെ കമ്മിയായിട്ടുണ്ട്. മറ്റേ രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഈ ക്രൗഡ് ഇല്ലാത്ത ട്രെയിൻസിലാണ് അവർക്കൊരു പ്രൈവസി വേണമല്ലോ ഇതിന്. ക്രൗഡ് ഇല്ലാത്ത ഓവർക്രൗഡുള്ള സമയത്ത് ഈ അടിച്ചിട്ട് പോകാൻ നടക്കില്ല. ഈ അല്ലാത്ത സമയത്ത് വളരെ ഫ്രീ ആയിട്ട് ഈ ഓഫ് സീസണിൽ വരുന്ന സമയത്താണ് ഈ കൂടുതൽ തെഫ്റ്റ് ഉണ്ടാവുന്നത്. അതുപോലെ മറ്റൊരു ധാരണയുണ്ട്, അത് ശരിയാണോ തെറ്റാ എനിക്കറിയില്ല. ഞാൻ ടിക്കറ്റ് റിസർവ് ചെയ്തു. എനിക്ക് അതിൻ്റെ അകത്ത് എനിക്ക് പൂർണ്ണമായ റിസർവേഷൻ അവകാശം രാത്രി മുതൽ രാവിലെ വരെ ഉള്ളോ? അല്ലല്ല, ടിക്കറ്റ് റിസർവ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ട് രീതിയിലുണ്ട്. അതിൽ സൈഡ് ബർത്ത് ഉണ്ടല്ലോ, സൈഡ് ബർത്ത് സിംഗിൾ രണ്ടെണ്ണം ഉള്ളത്. ആ ബർത്ത് നിങ്ങൾ 15 എക്സാമ്പിൾ ഒരു 15-16 പറഞ്ഞാൽ സൈഡ് ലോവർ സൈഡ് അപ്പർ ഇതാണ് വരിക. ഇതിൽ RAC-കാരെ പറഞ്ഞ ഒരാളുണ്ട്, റിസർവേഷൻ അഗൈൻസ്റ്റ് ക്യാൻസലേഷൻ പറഞ്ഞ പാസഞ്ചേഴ്സ് ഉണ്ട് 15. അത് ഡ്യൂറിങ് നൈറ്റ് ടൈം നിങ്ങൾ ഈ 16-കാരെ മുകളിൽ പോകണം, 15-കാര് ആ 15-കാരനും എന്താ വെച്ചാൽ 2 സീറ്റ് അവർക്കാണ്. ആ 2 പേരുണ്ടാവും. അപ്പൊ ഈ 2 സീറ്റ് 21 അവേഴ്സിന് ശേഷം അപ് ടു 6 അവേഴ്സ് വരെ ഈ 2 സീറ്റ് അവർക്കാണ്. നിങ്ങൾ ബർത്തിലും പോകണം. ഇതാണ് നിയമം. ഡേ ടൈം വരുമ്പോൾ ഈ 2 പേരും ഉണ്ടാകും, നിങ്ങളുണ്ട് 3 പേര് ഇരിക്കണം ആ സീറ്റിൽ. ഫോൾഡ് ചെയ്തിട്ട് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇത് എപ്പോഴും ഉള്ള പ്രശ്നങ്ങളാണ്. എന്റെയാണ് 15 സീറ്റ് പറയും, മറ്റൊരു പറഞ്ഞ് എനിക്കും 15 തന്നെ. ആ ഒരു പ്രശ്നങ്ങള് കോംപ്ലിക്കേഷൻ അത് അവയർനെസിന്റെ കമ്മി കൊണ്ടാണ് ഉണ്ടാവുന്നത്. നമ്മൾ പറയും ഇങ്ങനെയാണ് ഈ 15-16 പറയണത്. 16 അപ്പോൾ റിസർവ് ചെയ്ത 16-കാരെ പറയും 16 എൻ്റെ സീറ്റാണ്, ഞാൻ ഡേ ടൈം പിടിക്കും, നിങ്ങൾ 15-ൽ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. 15-ൽ ഒരു സീറ്റിൽ 2 പേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ സാധിക്കും. കിടക്കാനല്ല, ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ പറയും അങ്ങനെയല്ല, 2 ഫോൾഡ് ചെയ്തിട്ട് നിങ്ങൾ 3 ആളും കൂടി ഇങ്ങനെ ഇരിക്കണം. അതാണ് പ്രൊഫഷൻ എന്ന് പറഞ്ഞ് നമ്മള് ഇഷ്ടം പോലെ 3 പേര് അവകാശം. അതൊരു ഭയങ്കര പ്രശ്നങ്ങളാണ്. പിന്നെ നല്ല പാസഞ്ചേഴ്സ് ഒക്കെ ആണെന്ന് വെച്ചാൽ ഈ 3 പേര് ഇരിക്കണ്ടല്ലോ, അതിൽ ഒരാൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. അപ്പൊ ഇവർക്ക് 2 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് പറ്റും. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. റൂൾ പ്രകാരം ഈ 15-16 പറഞ്ഞു കഴിഞ്ഞാൽ 15 2 പേരും 16 ഒരാൾ, 3 ആള് ഡേ ടൈമിൽ ഇത് ഫോൾഡ് ചെയ്തിട്ട് ബർത്താക്കിയിട്ട് ആ 3 പേര് അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് യാത്ര ചെയ്യണം. അതാണ് അതിന്റെ. നമ്മൾ ഈ നോർമൽ സീറ്റിൽ 3 പാസഞ്ചർ ഇരിക്കുന്ന സീറ്റിൽ ഇത് ചില ആൾക്കാർ പറയുന്നത് ഇരിക്കുന്ന 3 പേര് ഇരിക്കുന്നു. നൈറ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെത് മിഡിലാണ്, ഒരാളുടെ അപ്പറാണ്. പക്ഷേ രാവിലെ ആയി കഴിഞ്ഞാൽ ഈ 3 പേർക്കൂടെ ഈ സീറ്റാണല്ലോ, ഒറ്റ സീറ്റിൽ ഇരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ 2 സീറ്റിന്റെ അവകാശികൾക്ക് എന്ന പോലെ പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് ഇരിക്കാം എന്നാണ് ചിലർ അവകാശപ്പെടുന്നത്. ഇല്ല, ഈ 3 പേരുടെ തന്നെയാണിത്. അത് 3 പേർക്ക് എക്സ്ക്ലൂസീവ്, 3 പേർക്ക് മാത്രമുള്ളത്. ഇതില് എവിടെ വേറെ കൺഫ്യൂഷൻ വരുന്നത് കഴിഞ്ഞാൽ ഈ മിഡിൽ ബർത്തുകാരുണ്ടല്ലോ, മിഡിൽ ബർത്ത് ചിലവർക്ക് 8 മണിയാകുമ്പോഴേക്കും ഇത് ചെയ്തിട്ട് ബർത്ത് ഇട്ടിട്ട് കിടക്കുക. അപ്പൊ എന്താ കഴിഞ്ഞാൽ താഴത്ത് ഈ അപ്പർ ബർത്തുകാരനോ അല്ലെങ്കിൽ ഒറിജിനൽ ബർത്തുകാരനോ ഇരിക്കാൻ പറ്റില്ല. 2 പേർക്കും ചെയ്യാൻ പറ്റില്ല, ഒന്നും ഇരിക്കാൻ പറ്റില്ല. കാരണം ഈ ബർത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാൻ, അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ള കംഫർട്ടല്ല. അപ്പൊ അത് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ പറയും 9 മണിക്ക് ശേഷം ബർത്ത് ഇട്ടാൽ മതി. 9 മണി വരെ നിങ്ങൾ യു ഹാവ് ടു അഡ്ജസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പർ ബർത്ത് കിടന്നോളൂ,
അപ്പർ ബർത്തുകാരൻ മിഡിൽ ബർത്ത് കിടന്നോളൂ. അത് തന്നെ നേരത്തെ കിടക്കണമെന്നുണ്ടെങ്കിൽ അയാൾ മുകളിൽ കയറി കിടന്നോളൂ. അതെ, അല്ല ഇത്രയും സമയം ഇത്തരം ഒരു സാഹചര്യത്തിലൊക്കെ കൃത്യമായിട്ട് ഇടപെടാൻ കഴിയുന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പാസഞ്ചർ എനിക്ക് അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എല്ലാം TTR-നെ അപ്രോച്ച് ചെയ്യുന്നത് അല്ലേ? അതെ TTR അതിന് എല്ലാം ഫുള്ളി റെസ്പോൺസിബിൾ. സാർ ഇപ്പോൾ ഇത്ര 2 വർഷം കഴിഞ്ഞു. ഞാൻ റിട്ടയർ ചെയ്തിട്ട് 2.5 വർഷമായി. ഓക്കെ, അത് എത്ര വർഷം സർവീസ് ഉണ്ടായിരുന്നു? ഞാൻ 40 വർഷം 9 മാസം ഉണ്ടായിരുന്നു. 40 വർഷം 9 മാസം. അപ്പൊ തീരെ ചെറിയ പ്രായത്തിൽ 19 വയസ്സിൽ കയറി. 40 വർഷം സർവീസ് ഒരു അപൂർവ സംഭവമാണ്. കൺഗ്രാറ്റുലേഷൻസ്. 40 വർഷം 9 അല്ലേ? 40 വർഷം. അതായത് 27/1/1983 എന്റെ അപ്പോയിന്റ്മെന്റ് ഡേറ്റ്. അത് ഞാൻ റിട്ടയർ ചെയ്യുന്നത് 31/10/2023. ഓക്കെ. അപ്പൊ 23 ജനുവരിയിൽ ഞാൻ 40 വർഷം കഴിഞ്ഞു. 27-ാം തീയതി. പിന്നെയുള്ള 9 മാസം. അതെ, അത് വളരെ അപൂർവമായിട്ടുള്ള സർവീസ് റെക്കോർഡാണ്. അതില്ല, വളരെ കുറച്ച് ആൾക്കാർക്കല്ലേ അങ്ങനെ പറ്റുള്ളൂ. അതൊരു വളരെ ഏർലി അപ്പോയിന്റ്മെന്റ് ആയിരുന്നു, അതുകൊണ്ട് സംഭവിച്ചാണ്. TTIയുടെ ജോലികൾ, അതിന്റെ തിരക്കുകൾ, അതിനോടൊപ്പം നമ്മളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം.